ഡയറ്റിങ്ങിലും ഷുഗർ കട്ടിലൊക്കെ ആണെങ്കിലും ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം കാണുമ്പോൾ ഞാനതൊക്കെ അങ്ങോട്ട് മറന്നു പോകും. ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ബട്ടറോ നെയ്യോ ഇട്ട് മെൽറ്റ് അതിലേക്ക് 2 ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് പാലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് സേമിയയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ട് തിന്നായിട്ടുള്ള ഒരു സേമിയാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ കടിച്ച സേമിയാണ് എടുക്കുന്നതെങ്കിൽ അത് ആദ്യം തന്നെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് പാല് തിളക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. സേമിയം ചേർത്ത് കൊടുത്തതിന് ശേഷം സേമിയവും ക്യാരറ്റും എല്ലാം മിക്സ് ആകുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സേമിയം ജസ്റ്റ് പാലൊന്ന് തിളക്കുമ്പോഴത്തേക്ക് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് പാൽപ്പൊടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം, അതാണ് ഇതിന്റെ ടേസ്റ്റ്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ്. സേമിയം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, വല്ലാണ്ട് അങ്ങോട്ട് കുക്കായി പോകരുത്. അന്നേരം പായസം ഭയങ്കര തിക്കാവും. ഇനി ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പായസം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം.